ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പരിശോധനയാണ് ഈ ക്ലാസ്സുകളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം ഒന്നുകൂടെ പുനരവലോകനം ചെയ്യുകയുണ്ടായി. ഈ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ എങ്ങനെയാണ് ഒന്നുകൂടെ ഗ്രഹിക്കേണ്ടതെന്നുള്ളത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ആ കാര്യങ്ങളൊന്ന് ഓർക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഉറയ്ക്കാൻ ഇടയാകും എന്നുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഔട്ട്ലൈനും അധ്യായങ്ങളുടെ വിഭജനം എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ വിഷയങ്ങളാണ് അതിനകത്തുള്ളതെന്നും ഈ ക്ലാസ്സിൽ പരിശോധിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒരു കീ ആണ് എന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം പഠിക്കാനുള്ള വ്യക്തമായൊരു രൂപരേഖ 1:19 കിട്ടുന്നത്. നമുക്കൊന്ന് വായിക്കാം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. അപ്പം നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക. അത് ഈ പുസ്തകത്തെ വിഭജിച്ച് പഠിക്കുവാനുള്ള നല്ലൊരു ഡിവിഷനാണെന്നുള്ളത് നമ്മൾ ആദ്യം ആമുഖ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നീ കണ്ടത് എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൽ കണ്ട ദർശനമാണ്, അതായത് കർത്താവായ യേശുക്രിസ്തു. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ നാം കാണുന്നു. ആ കാര്യമാണ് 2-3 അധ്യായത്തിൽ ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത്. ഇനി സംഭവിക്കാനിരിക്കുന്നത് ആണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. അപ്പം ഓർക്കുക, നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായങ്ങൾ. 1-ാം അധ്യായം എന്ന് പറയുമ്പോൾ തേജസ്സുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദർശനമാണ് കണ്ടത്. ഇപ്പോഴുള്ളതായിട്ട് കണ്ടത് 7 പ്രാദേശിക സഭകൾ, ആ സഭകൾക്ക് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന സന്ദേശങ്ങൾ. ഇനി സംഭവിക്കാനിരിക്കുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നത്, അത് 4-5 അധ്യായങ്ങൾ. ഭൂമിയിൽ മഹോപദ്രവം നടക്കുന്നത് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ. അതിൻ്റെ ആദ്യ പകുതി, കാരണം മഹോപദ്രവത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ആദ്യ പകുതി, ആദ്യത്തെ 3.5 വർഷം, 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ. മഹോപദ്രവത്തിൻ്റെ മധ്യഭാഗമാണ് 10 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. മഹോപദ്രവത്തിൻ്റെ അവസാനത്തെ 3.5 വർഷമാണ് 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. 20-ാം അധ്യായത്തിൽ യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്നത് കാണുന്നു. 21-22 അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് വളരെ ബ്രീഫായിട്ട് ഈ പുസ്തകത്തെ ഗ്രഹിക്കാനായിട്ട് നാം തിരിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണല്ലോ മനസ്സിലാക്കാനായിട്ട് വിഷമമുള്ളത്. അത് ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 4-5 അധ്യായങ്ങളിൽ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിന് മുമ്പിൽ ആരാധന നടക്കുന്നതുമാണ് കാണുന്നത്. അത് സൃഷ്ടിതാവായ ദൈവത്തെയും രക്ഷിതാവായ ദൈവത്തെയും ആരാധിക്കുന്നുണ്ട്. 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ മഹോപദ്രവത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷം, ആ സമയത്ത് 7 മുദ്രകൾ തുറക്കുന്നതും 7 കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്നതും നമുക്ക് കാണാം. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവങ്ങളൊന്നുമില്ല, അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പഠിച്ചത് ഓർക്കുക. 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നടന്ന സംഭവങ്ങൾക്കിടയിൽ ആത്മീയമായി ഗ്രഹിക്കേണ്ട പ്രധാന വിഷയങ്ങളാണ് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലുള്ളത്. അതിൻ്റെ കണക്ഷൻ പറഞ്ഞത് മറക്കരുത്. 11:19 അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും കണ്ടില്ല. 15:5 ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് സംഭവങ്ങളുടെ തുടർച്ച നാം കാണുന്നത്. 16 മുതൽ 22 വരെയുള്ള വർഷങ്ങൾ മഹോപദ്രവത്തിൻ്റെ അവസാന വർഷം, അല്ലെങ്കിൽ അവസാന 3.5 വർഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പറയുന്നു. അതിലൊന്നാമത്തേത് 7 കലശങ്ങൾ എറിയുന്നു എന്നുള്ളതാണ്. 16-17 സംഭവിച്ച് തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുന്നു, പുതിയ ആകാശവും ഭൂമിയും സ്ഥാപിക്കപ്പെടുന്നു, നിത്യതയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ സംഭവങ്ങൾക്കിടയിലെല്ലാം ദൈവത്തിന് സഭയോടും മനുഷ്യരോടുമുള്ള സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആ സന്ദേശങ്ങൾ നാം ശ്രവിക്കണം. ഞാൻ ചിലത് പറയുകയാണെങ്കിൽ 18:4 അവളെ വിട്ടുപോരുവീൻ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ നമുക്കുള്ള ആക്ഷനാണത്. നമ്മളവിടെ നിൽക്കരുത്, അവിടുന്ന് വിട്ടുപോരണം. 18:4 വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. 16-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ
തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആക്ഷൻ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. 14:13 ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുപോലെ തന്നെ ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കേൾക്കാനും അനുസരിക്കാനുമുള്ള കാര്യങ്ങളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നാം വിശ്വസ്തരായിരിക്കുകയും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം എന്നീ പുസ്തകം പൊതുവെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. ഇതൊരു പ്രാവശ്യം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലൊന്ന് ഉറയ്ക്കാൻ ഇടയാകും. പൊതുവായിട്ടാണ് ഇതുവരെ പറഞ്ഞത്. കൃത്യമായിട്ട് ഓരോ അധ്യായത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് കേൾക്കുമ്പം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. 1:1 അത് പറഞ്ഞിട്ടുണ്ട്. 12-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ അത് കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. 1:1 മാത്രം വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അപ്പോൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിൻ്റെ വിശദാംശങ്ങളാണ് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. ഓക്കെ. 2-3 അധ്യായങ്ങൾ. 2-3 അധ്യായങ്ങളിൽ ക്രിസ്തുവും 7 സഭകളും. സഭകളുടെ പേരൊക്കെ അറിയാമല്ലോ. എഫെസോസ്, സ്മുർന, പെർഗമോസ്, ത്വേഥൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ. ഇതിൽ 2 സഭകൾ 100% മാർക്ക് സ്കോർ ചെയ്തു. ഓർമ്മയുണ്ടാവുമല്ലോ, സ്മുർണയും ഫിലാദൽഫിയയും. 50% മാർക്ക് സ്കോർ ചെയ്ത 3 സഭകളുണ്ട്. എഫെസോസ്, പെർഗമാസ്, ത്വേഥൈര. 0 അല്ലെങ്കിൽ 1 മാർക്കും കിട്ടാതിരുന്നത് സർദീസിനും ലവോദിക്കയ്ക്കും. അപ്പോൾ അതിൻ്റെ വിശകലനങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുകയും ഈ 2 അധ്യായങ്ങളിൽ ക്രിസ്തു സഭകൾക്ക് നൽകിയ സന്ദേശങ്ങളാണ്. എല്ലാ സഭകളോടും പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന്. പിന്നെ 5 സഭകളോട് മാനസാന്തരപ്പെടാനും പറഞ്ഞായിരുന്നു. 100% കിട്ടിയ 2 സഭകളോട് മാത്രമേ മാനസാന്തരപ്പെടാൻ പറയാതിരുന്നുള്ളൂ. ബാക്കി എല്ലാവരോടും മാനസാന്തരപ്പെട്ട് ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 4-5 അധ്യായങ്ങൾ. 4-5 അധ്യായങ്ങളിൽ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിന് ചുറ്റും സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ മഹനീയമായ ആരാധന നടക്കുന്നതുമാണ് ചിത്രം. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനായ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് ആരാധിക്കുന്നതെന്നും പറഞ്ഞത് ഓർക്കുക. ആത്മാവിലാണ് ഈ ആരാധന നടക്കുന്നത് എന്നും മറക്കരുത്. ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കാണുന്നു. ഈ പുസ്തകം വാങ്ങുവാൻ, അതിൻ്റെ മുദ്രകൾ തുറക്കുവാൻ ആരാണ് യോഗ്യൻ എന്നൊരു ചോദ്യമുണ്ടാകുന്നു. ആരെയും കാണായികയാൽ യോഹന്നാൻ കരയുന്നു. എന്നാൽ കരയണ്ട, അതിന് തക്കതായിട്ട് ജയം പ്രാപിച്ച ഒരാളുണ്ട്. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന് യോഗ്യനായ ഒരാളുണ്ടെന്നുള്ള കാര്യം അറിയുന്നു. അവൻ വന്ന് പുസ്തകം വാങ്ങുന്നു. അതാണ് 5-ാം അധ്യായത്തിൻ്റെ അവസാനം. 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 7 മുദ്രകൾ തുറക്കുന്നതാണ് നാം കാണുന്നത്. ആ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് തുറക്കുന്നു. 1, 2, 3, 4 മുദ്രകൾ തുറന്നപ്പോൾ 4 കുതിരകളാണ് പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. വെള്ള കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞ കുതിര. പിന്നീട് 5-ാമതായിട്ട് അറക്കപ്പെട്ട ആത്മാക്കളെ യാഗപീഠത്തിൻ്റെ കീഴിൽ കാണുന്നു. 6-ാമതായിട്ട് ഭൂകമ്പം ഉണ്ടാകുന്നു. 7-ാമതായിട്ട് നിശബ്ദത ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് 7 മുദ്രകൾ തുറന്നപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചത്. ഇത് ഡീകോഡ് ചെയ്യുന്നതിനായിട്ട്, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനായിട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞതിനോട് ഇതിനെ തുലനം ചെയ്യണം എന്ന് പറഞ്ഞത് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ള കുതിര കള്ളക്രിസ്തുവാണ്, ചുവന്ന കുതിര യുദ്ധമാണ്, കറുത്ത കുതിര ക്ഷാമമാണ്, മഞ്ഞ കുതിര മരണമാണ്, അറുക്കപ്പെട്ട ആത്മാക്കൾ രക്തസാക്ഷിത്വത്തെയാണ് കാണിക്കുന്നത്, ഭൂകമ്പം അധർമ്മത്തിൻ്റെ വ്യാപനത്തെയാണ് കാണിക്കുന്നത്. 24-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതും കൂടെ എൻ്റെ കൂടെ ഓർക്കണം. മത്തായി 24-ാം അധ്യായത്തിൻ്റെ 4, 5, 6, 7, 8, 9, 10, 12, 13 വാക്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 7 മുദ്ര തുറക്കുന്നതാണ് 6-ാം അധ്യായത്തിലെ വിഷയം. ഓക്കെ,
ഏഴാം അധ്യായം മുദ്രകൾ തുറന്നപ്പോൾ ഉണ്ടായ ബാധകൾ ഏൽക്കാതിരിക്കുന്നതിനായിട്ട് ദൈവം മുദ്രയിട്ട ആളുകളെയാണ് നമ്മളവിടെ കാണുന്നത്. ഉപദ്രവത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കണം. 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ആരാണ് ഈ മുദ്ര ഏറ്റവർ എന്നറിയാനായിട്ട്? മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. അപ്പം ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിലാണ് മുദ്ര ഇട്ടത്. ഈ മുദ്ര ഇട്ടത് യഹൂദന്മാരെയും ജാതികളെയും, 2 കൂട്ടം ആളുകളുണ്ട്. യഹൂദന്മാർ ഭൂമിയിലും ജാതികൾ സ്വർഗത്തിൽ, എണ്ണിക്കൂടാത്തൊരു പുരുഷാരം സ്വർഗത്തിൽ. അവർ ആരാധിക്കുന്നതിൻ്റെ ചിത്രമാണ് നമ്മളവിടെ കണ്ടത്. പഠിച്ച വിശദാംശങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതാണ് 7-ാം അധ്യായം. അപ്പോൾ 8-9 അധ്യായം മുമ്പോട്ട് പോകുമ്പോൾ 8-9 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 7 ദൂതന്മാർക്ക് 7 കാഹളങ്ങൾ കൊടുക്കുന്നതാണ്. അവർ ആ കാഹളങ്ങൾ ഓരോന്നായിട്ട് ധ്വനിപ്പിക്കുന്നു. അപ്പോൾ ന്യായവിധിയുടെ പുതിയൊരു പരമ്പര ആരംഭിക്കുന്നു. എവിടെയൊക്കെയാണ് ന്യായവിധി നടന്നത്? ഭൂമിയിൽ, സമുദ്രത്തിൽ, നദികളിൽ, ആകാശത്തിൽ. അതുപോലെ തന്നെ ഒരു അഗാധകൂപം തുറന്നപ്പോൾ വ്യാധികൾ. അതുപോലെ യൂഫ്രട്ടീസ് നദീതീരത്ത് കെട്ടിയിട്ടിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നു. ഒരു സൈന്യം പ്രത്യക്ഷപ്പെട്ടു വരുന്നു. ജാതികൾ കോപിക്കുന്നു. ഇങ്ങനെ 7 കാര്യങ്ങൾ സംഭവിക്കുന്നു ഓരോ കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോൾ. പഠിച്ച വിശദാംശങ്ങളെല്ലാം അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാകും. 10-11 അധ്യായങ്ങൾക്ക് സാക്ഷ്യത്തിൻ്റെ സമയം എന്നാണ് നമ്മൾ പേരിട്ടത്. അവിടെ 3 ആളുകൾ സാക്ഷ്യം പറയുന്നതാണ് കണ്ടത്. ഒന്നാമത് ബലവാനായൊരു ദൂതൻ, രണ്ടാമത് 2 പ്രത്യേക സാക്ഷികൾ. അതാരായിരിക്കുമെന്നും എന്തിനാണ് അവർ വന്നതെന്നും അവരുടെ ശുശ്രൂഷ എന്താണെന്നും ഒക്കെ പഠിച്ചത് ഓർക്കുക. ബലവാനായ ദൂതൻ ആരാണെന്നും പഠിച്ചായിരുന്നു. പിന്നീട് 24 മൂപ്പന്മാർ. അപ്പം സാക്ഷ്യം പറഞ്ഞത് ബലവാനായ ദൂതൻ, 2 പ്രത്യേക സാക്ഷികൾ, 24 മൂപ്പന്മാർ. ഇതാണ് 10-11 അധ്യായങ്ങൾ. 12-13 അധ്യായങ്ങളിൽ പിശാചിൻ്റെ തൃത്വമാണ് നമ്മൾ കാണുന്നത്. 12-ാം അധ്യായത്തിൽ മഹാസർപ്പത്തെ കാണുന്നു. 13-ാം അധ്യായത്തിൽ കള്ളപ്രവാചകനെയും കള്ളക്രിസ്തുവിനെയും. പക്ഷേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗമെന്നും ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം എന്നും ആണ്. സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗം കള്ളപ്രവാചകനും ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം കള്ളക്രിസ്തുവുമാണ് എന്ന് പഠിച്ചത് ഓർക്കുക. 14-15 അധ്യായങ്ങളിൽ ജയത്തിൻ്റെ ഘോഷം, വോയിസസ് ഓഫ് വിക്ടറി ആണ് നമ്മൾ കേട്ടത്. 3 ഗ്രൂപ്പ് ശബ്ദങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് 144,000 പേരുടെ ശബ്ദം, പിന്നീട് ദൂതന്മാരുടെ ശബ്ദം, അത് കഴിഞ്ഞ് ജയിച്ചവരുടെ ശബ്ദം. അപ്പം ജയഘോഷം മുഴക്കിയ 144,000 പേര്, ദൂതന്മാർ, ജയിച്ചവർ. വിശദാംശങ്ങളെല്ലാം പഠിച്ചതാണല്ലോ. 14-15 അധ്യായങ്ങൾ കാണുക. 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് 7 ദൂതന്മാർ 7 കലശങ്ങൾ ഒഴിക്കുന്നതായിട്ടാണ്. 7 ദൂതന്മാർ 7 കലശങ്ങൾ ഒഴിച്ചപ്പോൾ, കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോൾ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ന്യായവിധിയുടെ അവസാനത്തെ പരമ്പരയാണത്. ഭൂമി, സമുദ്രം, നദി, ആകാശം, പിന്നെ വ്യാധികൾ, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുന്നതിനായിട്ട് യൂഫ്രട്ടീസ് നദി പറ്റിപ്പോകുന്നത്, ഭൂകമ്പം, അത് കഴിഞ്ഞിട്ട് സംഭവിച്ച് തീർന്നു. ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോഴും കലശങ്ങൾ ഒഴിച്ചപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണ് ന്യായവിധികൾ നടന്നതെന്നുള്ള കാര്യം ഓർത്താൽ മതിയാകും. 17-18 അധ്യായങ്ങളിലേക്ക് പോകാം. 17-18 അധ്യായങ്ങൾ തകർക്കുന്ന രാജരാജൻ, ഡെസലേഷൻ, ഡിസ്ട്രക്ഷൻ. 17-ാം അധ്യായത്തിൽ മത സംവിധാനങ്ങളെ ന്യായം വിധിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. മഹദിയാം ബാബിലോൺ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള പേര്. 18-ാം അധ്യായത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകളെ ന്യായം വിധിക്കുന്നു. മഹാനഗരം എന്ന പ്രയോഗമാണ് പ്രതീകാത്മകമായിട്ട് നാം അവിടെ കാണുന്നത്. അതോടുകൂടെ ന്യായവിധികളെല്ലാം തീരുന്നു. ന്യായവിധികളുടെ 3 പരമ്പരകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ മതസംവിധാനത്തെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സംവിധാനങ്ങളെയും തച്ചുടച്ച കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതാണ് 19-20 അധ്യായങ്ങളിൽ കാണുന്നത്. എന്നാൽ 19-20 അധ്യായങ്ങളിൽ
5 സുപ്രധാന സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞത് മറക്കരുത്. എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ എന്ന് ഓർക്കുക. സ്വർഗം സന്തോഷിക്കുന്നു, യേശു ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരുന്നു, സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച നടക്കുന്നു, അപ്പോഴാണ് 1-ാം പുനരുദ്ധാനം നടക്കുന്നത്, പിശാചിനെ തടവിലാക്കുന്നു, പിന്നീട് അവനെ അഴിച്ചുവിടുമ്പോൾ അവൻ മത്സരിക്കുന്നു, അതിനുശേഷം അന്ത്യ ന്യായവിധി, 2-ാം പുനരുദ്ധാനവും 2-ാം മരണവും ഒക്കെ അതിൻ്റെ പുറകെ വരുന്നു. അപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, യേശു മടങ്ങി വരുന്നു, സഹസ്രാബ്ദ വാഴ്ച നടക്കുന്നു, സാത്താൻ മത്സരിക്കുന്നു, അന്ത്യ ന്യായവിധി നടക്കുന്നു. ഇങ്ങനെ 5 സുപ്രധാന സംഭവങ്ങൾ 19-20 അധ്യായങ്ങളിൽ ഉണ്ട്. അവസാനം 21-22 അധ്യായങ്ങളാണ്. ഈ 2 അധ്യായങ്ങളിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, എല്ലാം ഓൾ തിങ്സ് ന്യൂ എന്നാണ് നാം അവിടെ കാണുന്നത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. പുതിയ യെരുശലേം പട്ടണത്തിൽ എത്തുന്ന ആളുകളുടെ സവിശേഷതകൾ, പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ സവിശേഷതകൾ, നമ്മുടെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം തന്നെ ഉയർത്തുന്ന വെല്ലുവിളി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പുതിയ യെരുശലേമിൽ എത്തുന്ന ആളുകളുടെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ 3 കാര്യം പഠിച്ചു. ദൈവത്തിൻ്റെ ജനം, സംതൃപ്തരായ ഒരു കൂട്ടം ആളുകൾ, ജയാളികളായ ആളുകൾ. പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ നാം പറഞ്ഞത് ഹോളി, ഹെവൻലി, ഗ്ലോറിയസ് അല്ലെങ്കിൽ വിശുദ്ധം, സ്വർഗീയം, ദൈവ തേജസ് ഉള്ളത്. വെളിപ്പാട് പുസ്തകം അഥവാ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വേദപുസ്തകം എന്ന് തന്നെ വേണേൽ പറയാം. നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി 4 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. 4 ഉത്തരവാദിത്തങ്ങൾ. 22-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. ദൈവത്തിൻ്റെ വചനം വള്ളി പുള്ളി മാറ്റമില്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുക. അതിനകത്തുനിന്ന് ഒരക്ഷരം പോലും മാറ്റാൻ പാടില്ല, ഒന്നും ചേർക്കാൻ പാടില്ല, ഒന്നും വിട്ടുകളയാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പ്രമാണിക്കുക. ആ പ്രമാണിക്കൽ നടക്കുമ്പോൾ തന്നെ നാം കർത്താവിനെ സേവിക്കണം, നിരന്തരം കർത്താവിനെ സേവിക്കണം, ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. 3-ാമത് നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ഒരിക്കലും ജീവിത വിശുദ്ധി കൈമോശം വരാനായിട്ട് ഇടയാകരുത്. ജീവിത വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. 4-ാമതായിട്ട് കർത്താവിൻ്റെ വരവിനായി നാം നോക്കി പാർക്കണം. ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്ന് പറയാൻ കഴിയണം. കർത്താവ് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്ന് കർത്താവിനോട് പറയുന്ന ഒരു മനോഭാവത്തിൽ ഇരിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ഈ കാര്യങ്ങളാണ് 21-22 അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അധ്യായങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തെ വളരെ സംക്ഷിപ്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് വെക്കേണ്ടത്. വീണ്ടും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകം ക്രിസ്തു കേന്ദ്രീകൃതമായൊരു പുസ്തകമാണ്. ക്രിസ്തുവാണ് ഈ പുസ്തകത്തിലെ വിഷയം. ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഉടനീളം അതാണ് കാണുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ പലപ്പോഴും എടുത്തെടുത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാജകീയ പുരോഹിതനായ യേശു സഭകൾക്ക് ശുശ്രൂഷിക്കുന്നതിൻ്റെ വെളിപ്പാട്, സിംഹാസനത്തിലിരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വെളിപ്പാട്, ന്യായാധിപതിയായ യേശുവിൻ്റെ വെളിപ്പാട്, ജയിക്കുന്ന രാജാതിരാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന യേശുവിൻ്റെ വെളിപ്പാട്, സ്വർഗീയ മണവാളനായ യേശു മണവാട്ടിയെ തേജസ്സുള്ള പുതിയ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യകാലം അവിടെ വാഴുന്നതിൻ്റെ വെളിപ്പാട്. ഇപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതുപോലെ തന്നെ 2-ാമത് ഇതൊരു മുദ്രയിടപ്പെടാത്ത തുറന്ന പുസ്തകമാണ്. ദാനിയേൽ പ്രവചനമൊക്കെ മുദ്ര ഇട്ടതായപ്പോൾ ഈ പുസ്തകം ഓപ്പൺ ബുക്ക്, മുദ്രയിടപ്പെടാത്ത തുറന്ന ഒരു പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം. വായിച്ച് കേൾക്കുന്നതും വായിക്കുന്നതും പ്രമാണിക്കുന്നതും ഒക്കെ ഭാഗ്യമുള്ള അവസ്ഥയാണ് എന്ന് മറക്കരുത്. 3-ാമതായിട്ട് ഈ പുസ്തകങ്ങൾക്ക് ഇതിനകത്ത് ധാരാളം അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം. അടയാളങ്ങൾ എന്തിനാണെന്നുള്ളത് നമ്മൾ പഠിച്ചത് ഓർക്കുക. കാലാതീതമായ സന്ദേശം നൽകാനായിട്ടാണ് അടയാളങ്ങൾ വച്ചിരിക്കുന്നത്. അടയാളങ്ങൾ വഴി കാലാതീതമായിട്ടുള്ളൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളമുള്ള അടയാളങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം അടയാളങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റു പുസ്തകങ്ങൾ പഠിച്ചവർക്കാണ് വെളിപ്പാട് പുസ്തകം നന്നായിട്ട് മനസ്സിലാകുന്നത്. 4-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. ഇതിനകത്ത് ആവർത്തിച്ച് ഈ പുസ്തകത്തിലെ പ്രവചനം എന്ന പ്രയോഗം വരുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമാണ് വെളിപ്പാട് എന്നും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് ഓർത്തിരിക്കാം. 5-ാമത് ഈ പുസ്തകത്തിനകത്ത് ധാരാളം അനുഗ്രഹങ്ങൾ, വർണ്ണനകൾ ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ
ഭാഗ്യവാന്മാർ. വചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഒരുപാട് ഭാഗ്യവാന്മാരെക്കുറിച്ച് നമ്മളതെല്ലാം പഠിച്ചിട്ടുണ്ട്. 7 ഭാഗ്യവാന്മാരെക്കുറിച്ചും പല അനുഗ്രഹങ്ങളെക്കുറിച്ചും പഠിച്ചത് ഓർക്കുക. ഇത് ഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പുസ്തകമാണ്. 6-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം വളരെ പ്രസക്തമായ ഒരു പുസ്തകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെരി റെലവൻറ്റ് ബുക്ക്. യോഹന്നാൻ എഴുതിയ ആ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല, കാരണം ഇതിനകത്ത് വേഗത്തിൽ സംഭവിപ്പാൻ ഇരിക്കുന്നത്, വേഗത്തിൽ സംഭവിക്കേണ്ടത്, സമയം അടുത്തിരിക്കയാൽ ഞാൻ വേഗം വരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് ഓർക്കുക. 7-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം ഒരു പ്രൗഢഗംഭീരമായ പുസ്തകമാണ്. ഇറ്റ്സ് എ മാജസ്റ്റിക് ബുക്ക്. സിംഹാസന കേന്ദ്രീകൃതമായിട്ട് 46 പ്രാവശ്യമാണ് സിംഹാസനം നാം കാണുന്നത്. അതുകൊണ്ട് സിംഹാസന കേന്ദ്രീകൃതമായിട്ടുള്ള ദൈവത്തിൻ്റെ മാജസ്റ്റി, മഹത്വം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. 8-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം ഒരു സാർവലൗകിക പുസ്തകമാണ്. യൂണിവേഴ്സൽ ബുക്ക്. ആർക്കും വായിക്കാം. സകല ജാതികളെക്കുറിച്ചും വംശങ്ങളെക്കുറിച്ചും ഭാഷകളെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിനകത്ത് പരാമർശമുണ്ട്. അതുകൊണ്ട് ആർക്കും വായിക്കാവുന്ന, എല്ലാവർക്കും വേണ്ട, എല്ലാവരുടെയും കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് ഓർക്കുക. 9-ാമത് വെളിപ്പാട് പുസ്തകം ചരിത്രത്തിൻ്റെ മൂർധന്യതയിലേക്ക്, അത്യുന്നത ശ്രേണിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പുസ്തകമാണ്. ക്ലൈമാറ്റിക് ബുക്ക് എന്ന് പറഞ്ഞത് ഓർക്കുക. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ പുസ്തകത്തിനുണ്ട്. ഇതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്, ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു കേന്ദ്രീകൃതമായ പുസ്തകം, മുദ്രയിടപ്പെടാത്ത പുസ്തകം, അടയാളങ്ങൾ നിറഞ്ഞിരിക്കുന്ന പുസ്തകം, പ്രവചന പുസ്തകം, അനുഗ്രഹങ്ങളുടെ പുസ്തകം, ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ പുസ്തകം, പ്രൗഢഗംഭീരമായ പുസ്തകം, സാർവലൗകികമായ പുസ്തകം, ചരിത്രത്തിൻ്റെ മൂർധന്യതയിൽ നമ്മളെ എത്തിക്കുന്ന പുസ്തകം, നാം അറിഞ്ഞിരിക്കേണ്ടതും ഒരുങ്ങേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭാവി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന പുസ്തകം. ഈ ഭാഗ്യകരമായ പുസ്തകം പഠിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മനസ്സിലാകുകയില്ല എന്ന ചിന്ത മാറ്റി വെച്ചിട്ട് മനസ്സിലാകും, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിക്കുവാൻ സഹായിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം.